ഓം ശ്രീകൃഷ്ണായ നമഃ. ഇത് ശ്രീമന്നാരായണീയത്തിലെ ദശകം 12 വരാഹാവതാരം. ഹിരണ്യാക്ഷൻ ഭൂമിയെ വെള്ളത്തിലാഴ്ത്തിയപ്പോൾ പ്രജകൾക്ക് നേരിട്ട ദുഃഖം കൊണ്ട് സ്വയംഭൂമനോ ബ്രഹ്മാവിനെ ശരണം പ്രാപിക്കുന്നു. ശ്ലോകം 1. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീമസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരമാപശരണം ഭവദംഘ്രിസേവാ തുഷ്ടാശയം മുനിജനൈഃ സഹ സത്യലോകേ. സ്വയംഭുവഃ മനുഃ അഥ ജനസർഗശീലഃ ദൃഷ്ട്വാ മഹീം അസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരം ആപ ശരണം ഭവത് അംഘ്രിസേവാ തുഷ്ട ആശയം മുനിജനൈഃ സഹ സത്യലോകേ. അധോ ജനസർഗശീലഃ. അനന്തരം പ്രജകളെ സൃഷ്ടിച്ചു പോരുന്ന സ്വയംഭുവഃ മനുഃ. സ്വയംഭൂമനു മഹീം അസമയേ സലിലെ നിമഗ്നാം ദൃഷ്ടാം. ഭൂമി അനവസരത്തിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയതായി കണ്ടിട്ട് മുനിജനൈഃ സഹ മഹർഷിമാരോടുകൂടി സത്യലോകെ സ്ഥിതം സത്യലോകത്തിൽ വാണരുളുന്നവനും ഭവത് അംഘ്രിസേവാ തുഷ്ടാശയം അവിടുത്തെ പാതാരവിന്ദങ്ങളെ സേവിക്കുന്നത് കൊണ്ടുള്ള സന്തുഷ്ടഹൃദയനായ സൃഷ്ടാരം ശരണം ആപ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. അനന്തരം പ്രജകളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന സ്വയംഭൂമനോ പ്രളയകാലം വരുന്നതിനു മുമ്പ് തന്നെ ഭൂമി വെള്ളത്തിൽ മുങ്ങിപ്പോയത് കണ്ട് മുനിജനങ്ങളോടുകൂടി സത്യലോകത്തിൽ നിൻ തിരുവടിയുടെ പാതാരവിന്ദങ്ങളെ സേവിച്ച് ആനന്ദിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ജനസർഗശീലഃ. താൻ സൃഷ്ടിച്ചവർക്ക് ആശ്രയമില്ലെന്ന് വന്നാൽ അവരും ദുഃഖിക്കുമല്ലോ എന്ന അർത്ഥത്തിൽ ഭവദംഘ്രിസേവാ തുഷ്ടാശയം സന്തുഷ്ടനായ പ്രഭുവിനെയാണല്ലോ ശരണം പ്രാപിക്കേണ്ടത്. അതുമാത്രമല്ല ഭഗവത് അനുഗ്രഹം കൊണ്ട് പ്രജാസംരക്ഷണത്തിനൊരു മാർഗം കണ്ടെത്താൻ ബ്രഹ്മാവിന് കഴിയുമെന്ന് സൂചിപ്പിക്കുന്നു. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീമസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരമാപശരണം ഭവദംഘ്രിസേവാ തുഷ്ടാശയം മുനിജനൈഃ സഹ സത്യലോകേ. ശ്ലോകം 2. സ്വയംഭൂമനു ബ്രഹ്മാവിനോട് സങ്കടമുണർത്തുന്നു. കഷ്ടം പ്രജാസൃജതി മയ്യവനിർനിമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പയ തത്പ്രജാനാം ഇത്യേവമേഷ കഥിതോ മനുനാ സ്വയംഭൂർ അംഭോരുഹാക്ഷ തവ പാദയുഗം വ്യചിന്തീത്. കഷ്ടം പ്രജാഃ സൃജതി മയി അവനിഃ നിമഗ്നാ സ്ഥാനം സരോജഭവ കൽപ്പയ തത് പ്രജാനാം ഇതി ഏവം ഏഷഃ കഥിതഃ മനുനാ സ്വയംഭൂഃ അംഭോരുഹാക്ഷ തവ പാദയുഗം വ്യചിന്തീത്. ഹേ അംഭോരുഹാക്ഷ ഏഷഃ സ്വയംഭുഃ. അല്ലേ താമരക്കണ്ണ, ഈ ബ്രഹ്മാവ് മനുന സ്വയംഭൂവ മനുവിനാൽ സരോജഭവ മയി പ്രജാഃ സൃജതി അവനിഃ നിമഗ്നാ കഷ്ടം. ബ്രഹ്മദേവ, ഞാൻ പ്രജകളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭൂമി വെള്ളത്തിൽ താണുപോയിരിക്കുന്നു. കഷ്ടം. തത് പ്രജാനാം സ്ഥാനം കൽപ്പയ. അതുകൊണ്ട് പ്രജകൾക്ക് വാസസ്ഥാനം ഉണ്ടാക്കി തന്നാലും.
ഇതി ഏവം കഥിതഃ തവ പാദയുഗം വ്യചിന്തീത് എന്നിങ്ങനെ പറയപ്പെട്ടവനായിട്ട് അവിടുത്തെ ഇരു ചരണങ്ങളും നല്ലവണ്ണം ധ്യാനിച്ചു. അല്ലയോ ബ്രഹ്മദേവ, ഞാൻ പ്രജകളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭൂമി വെള്ളത്തിൽ താണുപോയിരിക്കുന്നു. വളരെ കഷ്ടമായിപ്പോയി. അതിനാൽ അങ്ങ് പ്രജകൾക്ക് വാസസ്ഥാനം കൽപ്പിക്കണം. ഇപ്രകാരം മനു അറിയിച്ചത് കേട്ട്, അല്ലയോ താമരക്കണ്ണ, ബ്രഹ്മാവ് നിൻ തിരുവടിയുടെ തൃപ്പാദങ്ങളിൽ ധ്യാനിച്ചു. കഷ്ടം പ്രജാ സൃജതി മയ്യവനിർനിമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പയ തത്പ്രജാനാം ഇത്യേവമേഷ കഥിതോ മനുനാ സ്വയംഭൂർ അംഭോരുഹാക്ഷ തവ പാദയുഗം വ്യചിന്തീത്. ശ്ലോകം 3. ധ്യാനം കൊണ്ട് മനസ്സിൽ തെളിഞ്ഞു കണ്ട ഭഗവാനോട് ബ്രഹ്മാവ് മനസാ ദുഃഖമുണർത്തിക്കുന്നു. ഹാ ഹാ വിഭോ ജലമഹം ന്യപിബം പുരസ്താത് അദ്യാഭിമജ്ജതി മഹീ കിമഹം കരോമി ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യദോസ്യ നാസാപുടാത് സമഭവ ശിശുകോലരൂപീ. ഹാ ഹാ വിഭോ ജലം അഹം ന്യപിബം പുരസ്താത് അദ്യ അഭി മഞ്ജതി മഹീം കിം അഹം കരോമി ഇത്തം ത്വത് അംഘ്രിയുഗളം ശരണം യദഃ അസ്യ നാസാപുടാത് സമഭവഃ ശിശുകോലരൂപീ. വിഭോ ഹാ ഹാ അഹം പുരസ്താത് ജലം ന്യപിബം. ഭഗവാനെ, കഷ്ടം കഷ്ടം, ഞാൻ ആദ്യമേ കാരണജലം പാനം ചെയ്ത് തീർത്തു. അദ്യ അഭി മഹീ മജ്ജതി, ഇപ്പോഴും ഭൂമി വെള്ളത്തിൽ താണുപോയിരിക്കുന്നു. അഹം കിം കരോമി, ഞാൻ എന്തു ചെയ്യണം? ഇത്തം ത്വദംഘ്രിയുഗളം, ഇപ്രകാരം അങ്ങയുടെ ഇരുപാദങ്ങളെയും ശരണം പ്രാപിക്കുന്ന ഈ ബ്രഹ്മാവിൻ്റെ നാസാപുടാത് ശിശുകോലരൂപി സമഭവഃ, നാസികാദ്വാരത്തിൽ നിന്നും ഒരു പന്നിക്കുഞ്ഞിൻ്റെ ആകൃതിയോടെ നിൻ തിരുവടി അവതരിച്ചു. അല്ലയോ വിഭോ, ഇത് വളരെ കഷ്ടമായി തീർന്നിരിക്കുന്നു. ഞാൻ പ്രജകളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ജലം പാനം ചെയ്ത് കുറച്ച് സ്ഥലമുണ്ടാക്കി. ഇപ്പോൾ ഭൂമി വെള്ളത്തിൽ താണു പോകുന്നു. സൃഷ്ടിക്കുന്നതിന് അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ കാര്യത്തിൽ നിൻ തിരുവടി തന്നെ ഒരു നിവൃത്തി ഉണ്ടാക്കിത്തരണം എന്നിങ്ങനെ നിൻ തിരുവടിയുടെ പാതാരവിന്ദങ്ങളെ ശരണം പ്രാപിച്ച ബ്രഹ്മാവിൻ്റെ മൂക്കിനുള്ളിൽ നിന്നും അങ്ങ് ഒരു പന്നിക്കുട്ടിയുടെ രൂപത്തിൽ അവതരിച്ചു. ദശാവതാരത്തിലെ വരാഹ അവതാരമാണ് ഈ ശ്ലോകത്തിൽ വിവരിച്ചിട്ടുള്ളത്. ഹാ ഹാ വിഭോ ജലമഹം ന്യപിബം പുരസ്താത് അദ്യാഭിമജ്ജതി മഹീ കിമഹം കരോമി ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യദോസ്യ നാസാപുടാത് സമഭവ ശിശുകോലരൂപീ. ശ്ലോകം 4. അംഗുഷ്ഠമാത്രവപുരുത്പതിതഃ പുരസ്താത് ഭൂയോധ കുംഭിസദൃശഃ സമജൃംഭധാത്സ്ത്വം അഭ്രേ തഥാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈർ വിസ്മേരതാം വിധിരഗാത് സഹ സൂനുഭിസ്വൈ. അങ്കുഷ്ടമാത്ര വപുഃ ഉത്പതിതഃ പുരസ്താത് ഭൂയഃ അധ കുംഭി സദൃശഃ സമജൃംഭതാഃ ത്വം അഭ്രേ തഥാവിധം ഉദീക്ഷ്യ ഭവന്തം ഉച്ചൈഃ
വിസ്മേരതാം വിധിഃ അഗാത് സഹ സൂനുഭിഃ സ്വൈഃ ത്വം പുരസ്താത്. നിന്തിരുവടി ആദ്യം അങ്കുഷ്ടമാത്ര വപുഃ ഉത്പതിതഃ. ഒരു പെരുവിരലിൻ്റെ വലുപ്പത്തിൽ പുറത്ത് ചാടി. അധ ഭൂയഃ കുംഭി സദൃശഃ സമജൃംഭതാഃ. പിന്നെ ക്രമേണ ആനയുടെ വലുപ്പത്തിൽ വളർന്നു. വിധിഃ അഭ്രേ തഥാവിധം ഉച്ചൈ ഭവന്തം ഉദീക്ഷ്യ. ബ്രഹ്മാവ് ആകാശത്തിൽ അപ്രകാരം ഉന്നത ശരീരനായ നിൻതിരുവടിയെ കണ്ടിട്ട് സ്വൈ സൂനുഭിഃ സഹ വിസ്മേരതാം അഗാത്. തൻ്റെ മരീച്യാദി പുത്രന്മാരോടൊപ്പം വിസ്മയത്തെ പ്രാപിച്ചു. ഭഗവാൻ ലോകരക്ഷാർത്ഥം അദ്ഭുതമായ അവതാരത്തെ സ്വീകരിക്കുന്നു. നിൻതിരുവടി ആദ്യം ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്നും പെരുവിരലിൻ്റെ വലുപ്പത്തിൽ ഉടലോടുകൂടി വെളിപ്പെട്ടു. അടുത്ത ക്ഷണത്തിൽ ഒരാനയുടെ വലിപ്പത്തിൽ വളർന്ന്, അങ്ങനെ വളർന്ന് താമസിയാതെ ആകാശം മേഘമാർഗത്തോളം ഉയർന്നു. നിൻ തിരുവടിയെ കണ്ടിട്ട് ബ്രഹ്മാവും മരീചി മുതലായ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും വിസ്മയിച്ചു പോയി. അങ്കുഷ്ഠമാത്ര വപുരുത്പതിത പുരസ്താത് ഭൂയോധ കുംഭി സദൃശ സമജൃംഭധാത്സ്ത്വം അഭ്രേ തഥാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈർ വിസ്മേരതാം വിധിരഗാത് സഹ സൂനുഭിഃ സ്വൈ. ശ്ലോകം 5. കോസൗ അചിന്ത്യ മഹിമാ കിടിരുത്ഥിതോ മേ നാസാപുടാത് കിമു ഭവേദജിതസ്യ മായാം ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്ര സദ്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം. കഃ അസൗ അചിന്ത്യ മഹിമാ കിടിഃ ഉത്ഥിതഃ മേ നാസാപുടാത് കിമു ഭവേത് അജിതസ്യ മായാ ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്രഃ സദ്യഃ ഭവൻ കില ജഗർജിത ഘോരഘോരം. മേ നാസാപുടാത് ഉത്ഥിതഃ. എൻ്റെ നാസികാദ്വാരത്തിൽ നിന്നുമുണ്ടായ അചിന്ത്യ മഹിമാ അസൗ കിടിഃ കഃ. ചിന്തിക്കാൻ കഴിയാത്ത പ്രഭാവത്തോടുകൂടിയ ഈ വരാഹം ആരാണ്? അജിതസ്യ മായാ ഭവേത് കിമു. വിഷ്ണു ഭഗവാന്റെ മായയായിരിക്കുമോ? ധാതരി ഇത്തം വിചിന്തയതി. ബ്രഹ്മാവ് ഇപ്രകാരം ചിന്തിച്ചു കൊണ്ടിരിക്കെ ത്വം സദ്യക ശൈലമാത്രഃ ഭവൻ. അവിടുന്ന് പെട്ടെന്ന് ഒരു കുന്നിൻ്റെ വലിപ്പം പൂണ്ട് ഘോരഘോരം ജഗർജിത കില. അതിഘോരമായി ഗർജിച്ചു. ബ്രഹ്മാവ് വിചാരിച്ചു, എൻ്റെ മൂക്കിൽ നിന്നുമുണ്ടായ അളവില്ലാത്ത മാഹാത്മ്യത്തോടു കൂടിയ ഈ വരാഹൻ ആരാണ്? ഇത് വിഷ്ണുവിൻ്റെ മായയായിരിക്കുമോ? ബ്രഹ്മാവ് ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വരാഹരൂപത്തിൽ അവതരിച്ച നിൻതിരുവടി പെട്ടെന്ന് തന്നെ പർവ്വത തുല്യ ശരീരനായി തീർന്ന് അതിഭയങ്കരമായ വിധത്തിൽ ഗർജിച്ചുവത്രേ. ബ്രഹ്മാവിന് ആളാരെന്ന് മനസ്സിലായി. തൻ്റെ ഉള്ളറിഞ്ഞ് സർവ സംരക്ഷകനായ വിഷ്ണു ഭഗവാൻ ഭൂമിയെ പ്രളയജലത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരുവാൻ വരാഹമൂർത്തിയായി അവതരിച്ചിരിക്കുകയാണെന്ന് ബ്രഹ്മാവിന് വ്യക്തമായി. ബ്രഹ്മാവാകട്ടെ വരാഹമൂർത്തിയെ ഭക്തിയോടെ വണങ്ങി ഉച്ചത്തിൽ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കെ ആ അദ്ഭുത പ്രതിഭാസമായ വരാഹമൂർത്തി ഒരു പർവ്വതത്തോളം വലുതായി ഉഗ്രമായി അട്ടഹസിച്ചു. കോസൗ അചിന്ത്യ മഹിമാ കിടിരുത്ഥിതോ മേ നാസാപുടാത് കിമു ഭവേദജിതസ്യ മായാം
ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്രാ സദ്യോ ഭവൻ കില ജഗർജിതഘോരഘോരം. ശ്ലോകം 6. തം തേ നിനാദമുപകർണ്യ ജനസ്തബസ്ഥാഃ സത്യസ്ഥിതാശ്ച മുനയോ നുനുപുർഭവന്തം തത്സ്തോത്രഹർഷുലമനാ പരിണദ്യ ഭൂയാ തോയാശയം വിപുലമൂർത്തിരവാതരസ്ത്വം. തം തേ നിനാദം ഉപകർണ്യ ജനഃ തപഃ സ്ഥാഃ സത്യ സ്ഥിതാഃ ച മുനയഃ നുനുവുഃ ഭവന്തം തത് സ്തോത്ര ഹർഷുലമനാഃ പരിണദ്യ ഭൂയഃ സ്തോയ ആശയം വിപുല മൂർത്തിഃ അവാതരഃ ത്വം. ജനസ്തപസ്ഥാഃ സത്യസ്ഥിതാഃ ച മുനയഃ. ജനലോകത്തിലും തപോലോകത്തിലും വസിക്കുന്നവരും സത്യലോക നിവാസികളും ആയ മുനിമാർ തേ തം നിനാദം ഉപകർണ്യ ഭഗവാന്റെ ആ ഘോരഗർജനം കേട്ടിട്ട് ഭവന്തം നുനുവുഹു നിൻ തിരുവടിയെ സ്തുതിച്ചു. ത്വം തത് സ്തോത്ര ഹർഷുല മനാഹ നിൻ തിരുവടി അവരുടെ സ്തോത്രത്താൽ പ്രസന്നഹൃദയനായി. ഭൂയഃ പരിണദ്യ വിപുലമൂർത്തിഃ തോയാശയം അവാതരഃ വീണ്ടും ഉറക്കെ ഗർജിച്ചുകൊണ്ട് മഹാകായം സ്വീകരിച്ച് സമുദ്രത്തിലേക്ക് കുതിച്ചു ചാടി. നിൻ തിരുവടിയുടെ ആ ഗർജനം കേട്ട് ജനർലോകം തപോലോകം സത്യലോകം ഇവയിൽ സ്ഥിതി ചെയ്തിരുന്ന മുനികൾ നിൻ തിരുവടിയെ സ്തുതിച്ചും ആ സ്തോത്രത്താൽ സന്തുഷ്ടമാനസനായ അങ്ങ് പിന്നെയും ശരീരത്തെ വളർത്തി ഗർജനം ചെയ്തുകൊണ്ട് പ്രളയസമുദ്രത്തിൽ ഇറങ്ങി. തം തേ നിനാദമുപകർണ്യ ജനസ്തബസ്ഥാഃ സത്യസ്ഥിതാശ്ച മുനയോ നുനുപുർഭവന്തം തത്സ്തോത്രഹർഷുലമനാ പരിണദ്യ ഭൂയാ തോയാശയം വിപുലമൂർത്തിരവാതരസ്ത്വം. ശ്ലോകം 7. വരാഹമൂർത്തിയുടെ സമുദ്രത്തിലേക്കുള്ള കുതിച്ചുചാട്ടത്തെ വിവരിക്കുന്നു. ഊർധ്വപ്രസാരി പരിധൂമ്രവിധൂതരോമാ പ്രോക്ഷിപ്തവാലധിരവാങ്മുഖഘോരഘോണ തൂർണപ്രദീർണജലദ പരിഘൂർണദക്ഷ്ണ സ്തോത്രോന്മുനീൻ ശിശിരയന്നവതേരിധത്വം. ഊർധ്വ പ്രസാരി പരിധൂമ്ര വിധൂത രോമാ പ്രോക്ഷിപ്ത വാലദിഃ അവാങ് മുഖ ഘോര ഘോണ തൂർണ പ്രദീർണ ജലദഃ പരികൂർണാൻ അക്ഷണ സ്തോത്രൂം മുനീന ശിശിരയൻ അവധേരിത ത്വം. ത്വം ഊർധ്വപ്രസാരി പരിധൂമ്ര വിധൂതരോമ നിൻ തിരുവടി എഴുന്നേറ്റു നിന്ന് ചെമ്പിച്ച ഇളകുന്ന രോമങ്ങളോടുകൂടിയവനും പ്രോക്ഷിപ്ത വാലദിഃ ഉയർത്തിപ്പിടിച്ച വാലോടുകൂടിയവനും അവാങ് മുഖ ഘോര ഘോണഃ താഴ്ത്തിയ ഭയങ്കര നാസികയോടുകൂടിയവനും തൂർണ പ്രദീർണ ജലദഃ അനായാസേന കഷ്ണങ്ങളാക്കിയ മേഘങ്ങളോടുകൂടിയവനുമായിട്ട് പരികൂർണാദക്ഷണ സ്തോത്രൂൻ മുനീൻ ശിശിരയൻ അവരേതിത സ്തുതി ചെയ്യുന്ന മുനിമാരെ വട്ടം കറങ്ങുന്ന കണ്ണുകളെ കൊണ്ട് ആനന്ദിപ്പിച്ചുകൊണ്ട് കീഴോട്ട് ചാടി.
നിൻ തിരുവടി മേൽപോട്ട് അതിദൂരമുയർന്നു നിൽക്കുന്ന കറുത്ത ചെമ്പിച്ച രോമങ്ങളെ കുടഞ്ഞുകൊണ്ടും വാലുയർത്തിക്കൊണ്ടും ഭയങ്കര ആകാരമായ മൂക്കിനെ കീഴ്പോട്ടാക്കിക്കൊണ്ടും അതിവേഗത്തിൽ മേഘങ്ങളെ ഛേദിച്ച് ചുഴറ്റുന്ന കണ്ണുകളെ കൊണ്ട് സ്തുതിക്കുന്ന മുനിജനങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ടുമാണ് സമുദ്രത്തിലേക്ക് ഇറങ്ങിയത്. ഊർധ്വപ്രസാരി പരിധൂമ്രവിധൂതരോമാ പ്രോക്ഷിപ്തവാലധിരവാങ്മുഖഘോരഘോണ തൂർണപ്രദീർണജലദ പരിഘൂർണദക്ഷ്ണ സ്തോത്രോന്മുനീൻ ശിശിരയന്നവതേരിധത്വം. ശ്ലോകം 8. ഭഗവാൻ ജലാശയത്തിൽ ഭൂമിയെ തിരയുന്നു. അന്തർജലം തദനു സങ്കുലനക്രചക്രം ഭ്രാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണ രസാതലസ്ഥാൻ ആകമ്പയൻ വസുമതീമഗവേഷയസ്ത്വം. അന്തർജലം തദനു സംകുല നക്ര ചക്രം ഭ്രാമ്യ തിമിംഗല കുലം കലുഷ ഊർമി മാലം ആവിശ്യ ഭീഷണ രവേണ രസാതല സ്ഥാൻ ആകമ്പയൻ വസുമതീ അഗവേഷയഃ ത്വം. ത്വം തദനു സങ്കുല നക്രചക്രം. നിന്തിരുവടി അനന്തരം അങ്ങുമിങ്ങും പായുന്ന മുതലക്കൂട്ടത്തോടും ഭ്രാമ്യ തിമിംഗല കുലം കലുഷോർമി മാലം വട്ടം തിരിയുന്ന തിമിംഗലക്കൂട്ടത്തോടും ഇളകിമറിയുന്ന തിരമാലകളോടും കൂടിയതായ അന്തർജലം ആവിശ്യ ജലമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഭീഷണ രവേണ രസാതലസ്ഥാൻ ആകമ്പയൻ ഭയങ്കര ഗർജനം കൊണ്ട് പാതാളവാസികളെ കിടുകിടെ ഉറപ്പിച്ചുകൊണ്ട് വസുമതിയും അഗവേഷയ ഭൂമിയെ അന്വേഷിച്ചു. അനന്തരം നിൻ തിരുവടി പരിഭ്രമിച്ച മുതലക്കൂട്ടങ്ങളോടും ഭയപ്പെട്ടോടുന്ന തിമിംഗല സമൂഹങ്ങളോടും കലങ്ങിയ തിരമാലകളോടും കൂടിയ സമുദ്രജലത്തിനുള്ളിൽ പ്രവേശിച്ച് അതിഭയങ്കരമായ ഗർജനം കൊണ്ട് പാതാളവാസികളെ കിടുകിടെ വിറപ്പിച്ചുകൊണ്ട് ഭൂമിയെ അന്വേഷിച്ചു. അന്തർജലം തദനു സങ്കുല നക്രചക്രം ഭ്രാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണ രസാതലസ്ഥാൻ ആകമ്പയൻ വസുമതീമഗവേഷയസ്ത്വം. ശ്ലോകം 9. ദൃഷ്ട്വാ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ഝടിതി കൂടകിടിർവിഭോ ത്വം ആപാതുകാനവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാമദധാസലീലം. ദൃഷ്ട്വാ അധ ദൈത്യ ഹതകേന രസാതല അന്തേ സംവേശിതാം ധടിതി കൂടകിടിഃ വിഭോ ത്വം ആപാദുകാൻ അവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്വാ അങ്കുരേണ വസുധാം അദധാഹ സലീലം. ഹേ വിഭോ കൂടകിടിഃ ത്വം. ഹേ സർവശക്ത മായാവരാഹമൂർത്തിയായ നിൻ തിരുവടി അധ ദൈത്യഹതകേന അന്വേഷണാനന്തരം അസുരധാമനാൽ രസാതലാന്തേ സംവേശിതാം വസുധാം ദൃഷ്ട്വാ ധടിതി പാതാളത്തിൻ്റെ അടിയിൽ
വിന്യസിക്കപ്പെട്ട ഭൂമിയെ കണ്ടിട്ട് ഉടനെ ആപാതുകാൻ സുരാരിഖേടാൻ അവിഗണയ്യ, പാഞ്ഞെത്തുന്ന അസുരന്മാരെ കൂസാതെ അവഗണിച്ചുകൊണ്ട് സലീലം ദ്രംഷ്ടാങ്കുരേണ അധധാഹ, കളിയായി തേറ്റയുടെ അറ്റം കൊണ്ട് പൊക്കിയെടുത്തു. പിന്നീട് മായാവരാഹരൂപനായ നിന്തിരുവടി ആ അസുരനാൽ പാതാളത്തിൽ കൊണ്ടുവയ്ക്കപ്പെട്ട ഭൂമിയെ എതിർക്കുന്ന ക്ഷുദ്രന്മാരായ ദൈത്യാദാമന്മാരെ വകവയ്ക്കാതെ തേറ്റയുടെ അറ്റം കൊണ്ട് നിസ്സാരഭാവത്തിൽ ഭൂമിയെ പൊക്കിയെടുത്തു. വരാഹമൂർത്തിക്ക് ഭൂമി എവിടെയാണെന്ന് എളുപ്പത്തിൽ കണ്ടെത്തുവാൻ സാധിച്ചില്ല. ഘ്രാണശക്തി ഉപയോഗിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ഭൂമി പാതാളത്തിലാണെന്ന് കണ്ടു. ഉടനെ അങ്ങോട്ട് കുതിച്ച് ഭൂമിയെ മൂക്കുകൊണ്ട് പൊന്തിച്ച് ശക്തിയുള്ള ദ്രംഷ്ടങ്ങൾക്കിടയിൽ വെച്ച് അദ്ദേഹം മേലോട്ടുയരുവാൻ തുടങ്ങി. അപ്പോഴേക്കും അത് ഉഗ്രസ്വരത്തിലൊരു അലർച്ചയും ഒരു താക്കീതും. ഭഗവാനാവട്ടെ അതൊന്നും വകവയ്ക്കാതെ ഉയർന്നു പൊങ്ങി ഭൂമിയെ സ്ഥാനത്ത് ഉറപ്പിച്ച ശേഷം ഹിരണ്യാക്ഷനെ നേരിട്ടു. വിഭോ, സർവശക്തൻ എന്നർത്ഥം. ഭഗവാന് ദുഷ്കരമായിട്ട് ഒന്നുമില്ലല്ലോ എന്ന് സാരം. ഭൂമിയെ ഉദ്ധരിക്കുന്നത് ഭഗവാന് വെറും ലീലയാണ്. അതിൽ അത്ഭുതപ്പെടുവാൻ ഒന്നും തന്നെയില്ല. ദൃഷ്ട്വാധ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ഝടിതി കൂടകിടിർവിഭോ ത്വം ആപാതുകാനവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാമദധാസലീലം. ശ്ലോകം 10. അഭ്യുദ്ധരൻ അധധരാം ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിത ഇവാധികപീവരാത്മാ ഉദ്ധൂതഘോരസലിലാജ്ജലധേരുദഞ്ജൻ ക്രീഡാവരാഹവപുരീശ്വര പാഹി രോഗാത്. അഭ്യുദ്ധരൻ അധ ധരാം ദശന അഗ്ര ലഗ്ന മുസ്ത അങ്കുര അങ്കിതഃ ഇവ അധിക പീവര ആത്മാ ഉദ്യൂത ഘോര സലിലാത് ജലദേഹ ഉദഞ്ജൻ ക്രീഡാ വരാഹ വപുഃ ഈശ്വര പാഹി രോഗാത്. ഹേ ക്രീഡാവരാഹവപുഃ ഈശ്വര, അല്ലയോ ക്രീഡാവരാഹമൂർത്തിയായ ഭഗവാനെ, അധ ധരാം അഭ്യുദ്ധരൻ, ഭൂമിയെ തേറ്റമ്മൽ എടുത്തതിനു ശേഷം അതിനെ മേലോട്ട് ഉയർത്തുവാനായി ദശന അഗ്ര ലഗ്ന മുസ്താങ്കുരങ്കിതഃ ഇവ, തേറ്റയുടെ തലപ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇളം മുത്തങ്ങയോടുകൂടിയവനോ എന്ന് തോന്നും വണ്ണമുള്ളവനും അധിക പീവരാത്മാ, ഏറ്റവും തടിച്ച ദേഹത്തോടു കൂടിയവനുമായി ഉദ്ധൂത ഘോര സലില ജലദേഹേ ഉദഞ്ജൻ, ഇളക്കപ്പെട്ട ഭയങ്കര ജലത്തോടു കൂടിയ സമുദ്രത്തിൽ നിന്നും പൊങ്ങിവരുന്ന നിന്തിരുവടി, രോഗത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അനന്തരം തേറ്റയുടെ അറ്റത്ത് തങ്ങിയ ചെറിയ മുത്തങ്ങ പോലെ ഭൂമിയെ പൊക്കിയെടുത്തുകൊണ്ട് അത്യധികം വളർന്ന ശരീരത്തോടുകൂടി ഭയങ്കരമാകും വണ്ണം ഇളകിമറിഞ്ഞ സമുദ്രത്തിൽ നിന്നും പൊങ്ങിയ മായാവരാഹസ്വരൂപനായ ഭഗവാനെ, അങ്ങ് എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ. രോഗജന്യമായ ശോകസമുദ്രത്തിൽ ആണ്ടുപോയ എൻ്റെ ഹൃദയത്തെ ശ്രീ ഗുരുവായൂരപ്പ സമുദ്ധരിക്കണമേ എന്ന രൂപത്തിലുള്ള പ്രാർത്ഥനയോടെ ഈ ദശകം അവസാനിക്കുന്നു. അഭ്യുദ്ധരൻ അധധരാം ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിത ഇവാധികപീവരാത്മാ ഉദ്ധൂതഘോരസലിലാജ്ജലധേരുദഞ്ജൻ
ക്രീഡാവരാഹവപുരീശ്വര പാഹി രോഗാത്. ശ്രീമദ് ഭാഗവതം 3-ാം സ്കന്ധത്തിൽ 13, 17, 18, 19 എന്നീ അധ്യായങ്ങളിൽ വർണ്ണിക്കപ്പെട്ട വരാഹാവതാര കഥ ഇവിടെ 12, 13 ദശകങ്ങളിൽ ശ്രീനാരായണ ഭട്ടതിരി ചുരുക്കി പറഞ്ഞിരിക്കുന്നു. ഇനി പാരായണം. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീമസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരമാപശരണം ഭവദംഘ്രിസേവാ തുഷ്ടാശയം മുനിജനൈഃ സഹ സത്യലോകേ. കഷ്ടം പ്രജാസൃജതി മയ്യവനിർനിമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പയ തത്പ്രജാനാം. ഇത്യേവമേഷ കഥിതോ മനുനാ സ്വയംഭൂർ അംഭോരുഹാക്ഷ തവ പാദയുഗം വ്യചിന്തീത്. ഹാ ഹാ വിഭോ ജലമഹം ന്യപിബം പുരസ്താത് അദ്യാഭിമജ്ജതി മഹീ കിമഹം കരോമി. ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യദോസ്യ നാസാപുടാത് സമഭവ ശിശുകോലരൂപീ. അംഗുഷ്ഠമാത്രവപുരുത്പതിതഃ പുരസ്താത് ഭൂയോധ കുംഭിസദൃശഃ സമജൃംഭധാസ്ത്വം. അഭ്രേ തഥാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈർ വിസ്മേരതാം വിധിരഗാത് സഹ സൂനുഭിः സ്വൈ. കോസൗ അചിന്ത്യ മഹിമാ കിടിരുത്ഥിതോ മേ നാസാപുടാത് കിമു ഭവേദജിതസ്യ മായാം. ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്രാ സദ്യോ ഭവൻ കില ജഗർജിതഘോരഘോരം. തം തേ നിനാദമുപകർണ്യ ജനസ്തബസ്ഥാഃ സത്യസ്ഥിതാശ്ച മുനയോ നുനുപുർഭവന്തം. തത്സ്തോത്രഹർഷുലമനാ പരിണദ്യ ഭൂയാ തോയാശയം വിപുലമൂർത്തിരവാതരസ്ത്വം. ഊർധ്വപ്രസാരി പരിധൂമ്രവിധൂതരോമാ പ്രോക്ഷിപ്തവാലധിരവാങ്മുഖഘോരഘോണ തൂർണപ്രദീർണജലദ പരിഘൂർണദക്ഷ്ണാ സ്തോത്രോന്മുനീൻ ശിശിരയന്നവതേരിധത്വം. അന്തർജലം തദനു സങ്കുലനക്രചക്രം ഭ്രാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം. ആവിശ്യ ഭീഷണരവേണരസാതലസ്ഥാൻ ആകമ്പയൻ വസുമതീമഗവേഷയസ്ത്വം. ദൃഷ്ട്വാ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ഝടിതി കൂടകിടിർവിഭോ ത്വം. ആപാതുകാനവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാമദധാസലീലം. അഭ്യുദ്ധരൻ അധധരാം ദശനാഗ്രലഗ്ന മുസ്താംഗുരാങ്കിത ഇവാധികപീവരാത്മാ. ഉദ്ധൂതഘോരസലിലാജ്ജലധേരുദഞ്ജൻ ക്രീഡാവരാഹവപുരീശ്വര പാഹി രോഗാത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.